ഹായ് എവരി വൺ. സോ നമ്മുടെ ബൂട്ട്സ്ട്രാപ്പിലെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൂട്ട്സ്ട്രാപ്പിലെ യൂട്ടിലിറ്റി ക്ലാസ്സസിനെ കുറിച്ചിട്ടാണ്. അതായത് നമുക്കൊരു രണ്ട് ബൂട്ട്സ്ട്രാപ്പിൽ നമ്മൾ രണ്ട് എലമെന്റ്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് ഡിവ് എലമെന്റ്സുകളാണ്. രണ്ട് ഡിവ് എലമെന്റ്സുകൾക്ക് തമ്മിൽ സ്പേസ് കൊടുക്കണം, അല്ലെങ്കിൽ പാഡിങ് കൊടുക്കണം, മാർജിൻ കൊടുക്കണം, അല്ലെങ്കിൽ ഡിസ്പ്ലേ യൂട്ടിലിറ്റീസ് യൂസ് ചെയ്യുക. മീൻസ് ഡിസ്പ്ലേ നണ്ണ്, ഡിസ്പ്ലേ ഫ്ലക്സ്, ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ്, CSS പ്രോപ്പർട്ടീസ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബൂട്ട്സ്ട്രാപ്പിൽ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ബൂട്ട്സ്ട്രാപ്പിന്റെ ഇത്തരത്തിലുള്ള ക്ലാസ്സസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഒരു HTML ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ദെൻ അതിലോട്ട് ഒരു ബൂട്ട്സ്ട്രാപ്പിന്റെ ഒരു CDN ഓൾറെഡി ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു div എലമെന്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, div എലമെന്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ ഡിവിനുള്ളില് ഡിവിന് ആദ്യം നമുക്ക് ഒരു വിഡ്ത്തും ഹൈറ്റും ഒക്കെ കൊടുക്കാം. സ്റ്റൈലില് ഒരു വിഡ്ത്ത് ഒരു 100 അല്ലെങ്കിൽ 200 പിക്സൽ കൊടുത്തു, ഹൈറ്റ് ഒരു 200 പിക്സൽ കൊടുത്തു. ദെൻ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ബ്ലൂ. ഓക്കെ, ദെൻ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, റൺ ചെയ്യാൻ വേണ്ടിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ ക്ലിക്ക് ചെയ്തു. നമുക്ക് എലമെന്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ബോക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഇതിനൊരു മാർജിൻ ടോപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് യൂട്ടിലിറ്റി ക്ലാസ്സസ് ആയിട്ടുള്ള മാർജിൻസ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, മാർജിൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് എം എന്ന് പറയുന്നത്. ഓക്കെ, ബൂട്ട്സ്ട്രാപ്പിലെ മാർജിൻ എന്ന് പറയുന്ന മാർജിൻ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്ലാസ് ആണ് എം എന്ന് പറയുന്നത്. എം നമുക്കൊരു ജസ്റ്റ് ഒരു 5 കൊടുത്ത് നോക്കാം. ഓക്കെ, 5 കൊടുത്ത് നോക്കാം. ഓക്കെ, സോറി, ഇത് നമ്മൾ എവിടെ കൊടുത്തിട്ടുള്ള ഇത് സ്റ്റൈൽ ആട്രിബ്യൂട്ട് ആണ്. ഓക്കെ, നമുക്കത് ക്ലാസ്സിലോട്ട് വരണം. അപ്പോൾ അതിന് ക്ലാസ് ആഡ് ചെയ്ത് കൊടുക്കണം. ബൂട്ട്സ്ട്രാപ്പ് നമുക്ക് ക്ലാസ്സസ് അല്ലേ. ഓക്കെ, സോ ചെറിയൊരു മിസ്റ്റേക്ക് ഒന്നാണ്. ദെൻ M5 ക്ലാസ് ആട്രിബ്യൂട്ടിൽ നമ്മൾ എന്ത് M5 കൊടുത്തു. ഓക്കെ, M5 കൊടുത്തപ്പോൾ നമുക്ക് കണ്ടോ 4 ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ടോപ്പ് നിന്ന് എന്ത് ചെയ്തു കുറച്ച് താഴോട്ട് വന്നു. മീൻസ് ഒരു 5 എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത പെർസെന്റേജ് അല്ലെങ്കിൽ ഒരു നിശ്ചിത പിക്സൽ എന്ത് ചെയ്യും, മാർജിൻ എടുത്തിട്ട് മാറി നിൽക്കും. അപ്പൊ ടോപ്പിൽ ഒരു നിശ്ചിത പെർസെന്റേജ് ഒരു കറസ്പോണ്ടന്റ് പിക്സലിന് മാർജിൻ എടുത്തിട്ടുണ്ട്. ലെഫ്റ്റിലും സെയിം പിക്സലിൽ തന്നെ മാർജിൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോട്ടമിലും അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും എടുക്കുന്നുണ്ടാവും. ഓക്കെ, ബോട്ടമിലും റൈറ്റിലും മറ്റുള്ള എലമെന്റ്സുകൾ ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട്, ബ്ലാങ്ക് ആയതിനെ കൊണ്ടാണ് നമുക്ക് അത് മാർജിൻ ഉള്ളതായിട്ട് ഫീൽ ചെയ്യാത്തത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഒരു ഡിവ് കൂടി ഇതിന് താഴെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ ഞാൻ ആ ക്ലാസ് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി കൊടുത്തു. ബാക്കിയുള്ളത് വിഡ്ത്തും ഹൈറ്റും എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ആദ്യത്തെ ബോക്സിന് നമുക്ക് മുകളിലൊരു മാർജിൻ ടോപ്പ് ഉണ്ട്, അതേപോലെ മാർജിൻ ലെഫ്റ്റ് കാണാൻ പറ്റും, മാർജിൻ ബോട്ടമും കാണുന്നുണ്ട്, അതുപോലെ തന്നെ മാർജിൻ റൈറ്റും കാണുന്നുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തിന്നും എന്ത് ചെയ്തു, ക്ലാസ് കൊണ്ട് ഒഴിവാക്കിയിട്ട് ബൂട്ട്സ്ട്രാപ്പിന്റെ ക്ലാസ് ഇപ്പോൾ കൊടുത്തില്ല. ജസ്റ്റ് അതിന് സ്റ്റൈല് വിഡ്ത്തും ഹൈറ്റും ബാക്ക്ഗ്രൗണ്ട് കളറും മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ വരുന്നത് എന്താണ്, രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട്, മീൻസ് രണ്ടും കൂടി ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്, തട്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, നമുക്കൊരു സിംഗിൾ ബോക്സ് ആയിട്ടാണ് നമുക്കതിനെ, അല്ലെങ്കിൽ സിംഗിൾ റെക്ടാങ്കിൾ ഷേപ്പിലാണ് നമുക്കതിനെ ഫീൽ ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ അവിടെ നമുക്ക് ആദ്യത്തെ എലമെന്റിന് മാത്രം ഞാൻ ഒരു മാർജിൻ കൊടുത്തു, മാർജിൻ 1 കൊടുത്തു. ഓക്കെ, മാർജിൻ 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 4 പിക്സൽ ഒക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം, മാർജിൻ എടുക്കുക, 4 പിക്സൽ. ഓക്കെ, ദെൻ കണ്ടോ, അപ്പൊ കണ്ടോ ടോപ്പിലും അതുപോലെ തന്നെ ലെഫ്റ്റിലും ബോട്ടമിലും സെയിം ലൈക്ക്, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, മാർജിൻ എടുക്കുന്നുണ്ട് അവിടെ. ഓക്കെ, മീൻസ് ഈ സൈഡിലെ വേറെ എലമെന്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യാത്തത്, കാണാൻ പറ്റാത്തത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ M1 ഉള്ളത് ഏകദേശം ഒരു 4 പിക്സൽ ഒക്കെയാണ് എടുക്കുക. M2 വരുന്ന സമയത്ത്, മീൻസ് M2 എന്ന് പറഞ്ഞ ബൂട്ട്സ്ട്രാപ്പ് ക്ലാസ് വരുന്ന സമയത്ത് അതൊരു 8 പിക്സലിലോട്ട് മാറും. അത് ടോപ്പിലും അതുപോലെ തന്നെ ലെഫ്റ്റിലും ബോട്ടമിലും റൈറ്റിലും, മീൻസ് ഫോർ ഓൾ സൈഡ്സിലും എന്ത് ചെയ്യും, ഒരുപോലെ സ്പേസ് എടുക്കും, അല്ലെങ്കിൽ മാർജിൻ എടുക്കും. ഇവിടെ ഏകദേശം ഒരു 8 പിക്സലാണ് എന്ത് ചെയ്യുക, മാർജിൻ എടുക്കുക. അപ്പോൾ ഇനി 4 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, 4 ആകുമ്പോൾ അതിനനുസരിച്ച് വീണ്ടും കൂടുതൽ വരും. 5 ആയി കഴിഞ്ഞാൽ വീണ്ടും കൂടുതൽ എടുക്കും. ഇനി 6 ആയി കഴിഞ്ഞാൽ നോക്കാം,
എന്ത് ചെയ്യില്ല, മാർജിൻ എടുക്കൂല. മീൻസ് ബൂട്ട് സ്ട്രാപ്പില് ഇങ്ങനെ ഒരു ക്ലാസ് ഇല്ല, M6 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് ഇല്ല. ആക്ച്വലി M1 മുതൽ M5 വരെ മാത്രമേ നമുക്ക് ബൂട്ട് സ്ട്രാപ്പിൽ ക്ലാസ്സസ് അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ M5 ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, താഴത്തത് എന്താ ഇങ്ങനെ എടുക്കാനുള്ള കാരണം, അതിന് നമ്മൾ മാർജിന് കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാരണം. ഓക്കെ, അപ്പോ ഇവിടെ രണ്ടാമത്തെ ബോക്സിന് ഞാൻ എന്ത് ചെയ്യണം, മാർജിൻ ലെഫ്റ്റ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ രണ്ടാമത്തെ ക്ലാസ്സിനും കൂടി എന്ത് ചെയ്യണം, ഒരു മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് കരുതാം. അപ്പൊ അതിന് എന്ത് ചെയ്യുക, M3 കൊടുത്തു. ഓക്കെ, M3 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ചെറിയൊരു സ്പേസ്, ചെറിയൊരു മാർജിന് ലെഫ്റ്റിലും ടോപ്പിലും എടുക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലാവും. ലെഫ്റ്റിലും ടോപ്പിലും അല്ല, 4 സൈഡ്സിലും അല്ലെങ്കിൽ 4 സൈഡ്സിലും നമുക്ക് ഒരുപോലെ തന്നെ മാർജിൻ എടുക്കും. ഓക്കെ, ഇവിടെ നമുക്ക് ഇനി ജസ്റ്റ് ഞാനിതൊന്ന് കളഞ്ഞുതരാം. ഫസ്റ്റിലെ മോഡൽ തന്നെ നോക്കാം. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, എല്ലാം ഒഴിവാക്കി. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ അല്ലെങ്കിൽ മാർജിൻ ടോപ്പ്, ഓക്കെ, മാർജിൻ ടോപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ മാർജിൻ ലെഫ്റ്റ് കൊടുക്കണം, മാർജിൻ ബോട്ടം കൊടുക്കണം, അതല്ലെങ്കിൽ മാർജിൻ റൈറ്റ് കൊടുക്കണം. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ മാർജിൻസ് ഏതെങ്കിലും ഒരു കറസ്പോണ്ടന്റ് സൈഡിൽ മാത്രം നമുക്ക് മാർജിൻസ് ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ്. അതിനാണ് മാർജിൻ ടോപ്പ് ആണെന്ന് വേണ്ടതെന്നുണ്ടെങ്കിൽ MT1 കൊടുത്തു. MT1 കൊടുത്തു കഴിഞ്ഞാൽ മാർജിൻ ടോപ്പ് കണ്ടോ. ഇപ്പൊ ലെഫ്റ്റിലും ബോട്ടമിലും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും ഒന്നും മാർജിൻ എടുത്തിട്ടില്ല. എവിടെ മാത്രം എടുത്തിട്ടുള്ളൂ, ടോപ്പിൽ മാത്രം. ലെഫ്റ്റിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങോട്ട് നീങ്ങി വന്നിട്ടില്ല അല്ലെ. സാധാരണ നേരത്തെ കൊടുത്തപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ടോപ്പിലും ലെഫ്റ്റിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, പക്ഷെ ലെഫ്റ്റിൽ എടുത്തിട്ടില്ല. ലെഫ്റ്റിൽ ഇപ്പോൾ എടുക്കാത്തതിന് കാരണം നമ്മൾ കൊടുത്തിട്ടുള്ള മാർജിൻ ടോപ്പ് ആണ്. മീൻസ് MT മീൻസ് മാർജിൻ ടോപ്പ്. ഓക്കെ, അത് 5 കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ മുകളിൽ മാത്രം ടോപ്പ് മാർജിൻ മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ മാർജിൻ ബോട്ടം ഉണ്ട്. ഓക്കെ, മാർജിൻ ബോട്ടം കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു എലമെന്റ് കൂടി വേണം. ഓക്കെ, ഇനി മാർജിൻ ബോട്ടം കൊടുത്തു നോക്കാം. MB മാർജിൻ ബോട്ടം കൊടുക്കാൻ വേണ്ടി MB അതെന്ത് ചെയ്തു, 5 കൊടുത്തു. ഓക്കെ, MB 5 കൊടുത്തപ്പം ഈ എലമെന്റിന്റെ താഴോട്ട് മാത്രം സ്പേസ് എടുത്തു. ഓക്കെ, ഒരു മാർജിൻ എടുത്തു. മീൻസ് അതുകൊണ്ട് തന്നെ താഴെയുള്ള എലമെന്റ് എന്ത് ചെയ്തു, കുറച്ചുകൂടി ഡൗൺ ആയിട്ട് ഇറങ്ങി കിടന്നു. ഓക്കെ, ദെൻ MB അതുപോലെ തന്നെ MS ഉണ്ട്. MS മീൻസ് സ്റ്റാർട്ടിങ്ങിൽ, അതായത് MS മീൻസ് സ്റ്റാർട്ടിങ്ങിൽ, അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ, അതായത് മീൻസ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സ്പേസ് എടുക്കാനാണ് അല്ലെങ്കിൽ മാർജിൻ എടുക്കാനാണ് MS യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ME ഉണ്ട്. ME മീൻസ് അതിന്റെ എൻഡിൽ, അത് ഈ സൈഡിലാണ് കേട്ടോ എടുക്കുക, ഈ സൈഡിലാണ്, റൈറ്റ് സൈഡിലാണ് എടുക്കുക. റൈറ്റ് സൈഡിൽ ഇവിടെ എലമെന്റ്സ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ദെൻ ഇത്തരത്തിൽ നമുക്ക് മാർജിൻസ് 4 സൈഡിലും അതല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് മാർജിൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ എക്സ് ആക്സിസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടലി മാത്രം നമുക്ക് മാർജിൻ എടുക്കണം, അല്ലെങ്കിൽ വെർട്ടിക്കലി മാത്രം നമുക്ക് മാർജിൻ എടുക്കണം എന്നുണ്ടെങ്കിൽ MX യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൊറിസോണ്ടലി മാത്രം മാർജിൻ എടുക്കും. MX5 കൊടുക്കാം. MX5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ലെഫ്റ്റിലും റൈറ്റിലും നമുക്ക് ഒരുപോലെ മാർജിന് എടുക്കും. പക്ഷെ ബോട്ടമിലും ടോപ്പിലും എടുത്തിട്ടില്ല, കാണുന്നുണ്ടല്ലോ അല്ലെ. ടോപ്പിലും ബോട്ടമിലും നമുക്ക് മാർജിൻ എടുത്തിട്ടില്ല, ലെഫ്റ്റിലും റൈറ്റിലും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ടോപ്പിലും ബോട്ടമിലും എടുക്കണം എന്നുണ്ടെങ്കിലോ എന്ത് ചെയ്താൽ മതി, ഈ MX ഉള്ളത് എന്ത് ചെയ്യാൻ മതി, Y ആക്സിസ് മീൻസ് Y വെർട്ടിക്കലി എടുക്കാൻ വേണ്ടിയിട്ട് Y കൊടുക്കുക. ഓക്കെ, MY ആക്കി കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യും, ടോപ്പിലും ബോട്ടമിലും ആയിട്ട് ആ മാർജിനെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ലെഫ്റ്റിൽ എന്ത് ചെയ്യുന്നില്ല, മാർജിൻ എടുക്കാത്തതുകൊണ്ടാണ് ഈ എഡ്ജിലോട്ട് ചേർന്ന് കിടക്കുന്നത്. ഓക്കെ അല്ലേ. ഓക്കെ, ദെൻ അടുത്തതാണ് പാഡിങ്. എന്താണ് പാഡിങ് ഞാൻ കാണിച്ചില്ല. ഈ ഡിവിന് ഞാൻ ഇതിന്റെ ഉള്ളിൽ കിട്ടും കേട്ടോ. ഓക്കെ, അതായത് ഓൾറെഡി ഫസ്റ്റ് ഡിവ് ഇതാണ്. ആ ഡിവിനുള്ളിൽ ഞാൻ വീണ്ടും വേറൊരു ഡിവ് കൂടി കൊടുത്തു. ഇനി ഇവിടെ ജസ്റ്റ് 100 പിക്സൽ ആക്കി കൊടുത്തു കേട്ടോ. 100 പിക്സൽ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്രൗൺ എടുത്തു. ബാക്ക്ഗ്രൗണ്ട് കളർ ബ്രൗൺ എടുത്തു. ഓക്കെ, ഇപ്പോ ഒരു ബോക്സിനുള്ളിൽ വേറൊരു ബോക്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ബോക്സസ് നമുക്ക് എങ്ങനെ, അതുപോലെ തന്നെ അതായത് പാഡിങ് ആണ് ഇനി പറയാനുള്ളത് കേട്ടോ. പാഡിങ്ങിന് മുന്നേ തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമുക്ക് MX ഓട്ടോ കൊടുക്കാം. ആർക്കാണ് കൊടുക്കുന്നത്, ഞാൻ അതിന്റെ ചൈൽഡിനാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് പാരന്റ്, അതായത് എന്താണ് വയലറ്റ് കളറിലുള്ള ഡിവ്, ഇതാണ് ബ്രൗൺ കളറിലുള്ള ഡിവ്. ഇതിന് ബ്രൗൺ കളറിലുള്ള ചൈൽഡ് ഡിവിന് ഞാൻ എന്ത് ചെയ്തു, മാർജിൻ ഓട്ടോ മീൻസ് MX ഓട്ടോ മീൻസ് നമുക്ക് ഹൊറിസോണ്ടലി മാത്രം നമുക്ക് മാർജിൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് MX യൂസ് ചെയ്യുക. അവിടെ ഓട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ടും 50% എടുക്കും, ഇതിന്റെ റൈറ്റ് സൈഡിലോട്ടും 50% എടുക്കും. ഇനി Y ആക്സിസിലും കൂടി എടുക്കാം.
അല്ലെ? വൈ ആക്സിസിലും നമുക്കൊന്ന് കൊടുത്തു നോക്കാം. എം വൈ ഓട്ടോ. ഓക്കെ, എം വൈ ഓട്ടോ. ഓക്കെ, ഹൊറിസോണ്ടലി മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, ജസ്റ്റ് എം മാർജിൻ ഓട്ടോ ഈ രീതി കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യും, ഹൈറ്റും വിഡ്ത്തും മീൻസ് സെൻട്രൽ ആയിട്ട് വരും. ഓക്കെ, അതായത് ഹൈറ്റിന് സെൻട്രൽ ആയിട്ട് വരും. ജസ്റ്റ് ഒന്ന് ഓക്കെ. അപ്പോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർജിൻസ് ഓട്ടോ എന്നുള്ള രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് പാഡിംഗ് ആണ്. ഓക്കെ, പാഡിംഗ് എന്താണെന്ന് അറിയാലോ അല്ലെ? ഒരു ബോക്സിനുള്ളിൽ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിലേക്ക് സ്പേസ് എടുക്കാൻ പറ്റുക, അതായത് അതിന്റെ കോണ്ടന്റും അതുപോലെ തന്നെ ബോർഡറും തമ്മിലുള്ള സ്പേസിംഗ് ആണ് എന്ത്, പാഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഇത് രണ്ടും ഇതിന്റെ എഡ്ജിനോട്, അതായത് ഔട്ടർ ബോക്സിന്റെ സ്പേസ് ബോർഡറിനോട് തട്ടിയിട്ടാണ് ആര് എടുക്കുന്നത്, ഇതിന്റെ ചൈൽഡ് ഡിവ് എടുക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് അതിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ P3 കൊടുത്തു വെക്കാം. ഓക്കെ, P3 മീൻസ് ഇവിടെ എന്ത് ചെയ്യും, ഇവിടേക്ക് ടോപ്പിലും പാഡിങ് 3 എടുക്കും, ലെഫ്റ്റിലേക്കും 3 എടുക്കും, റൈറ്റിലേക്കും 3 എടുക്കും. ഓക്കെ, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് മാർജിന്റെ കേസിലായാലും പാഡിങ്ങിന്റെ കേസിലായാലും 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പിക്സൽ അല്ല കേട്ടോ. 1 മീൻസ് 4 പിക്സല്, അതുപോലെ തന്നെ 2 മീൻസ് 8 പിക്സല്, 3 മീൻസ് 16 പിക്സൽ ആവും. ഓക്കെ, 4 മീൻസ് 24 പിക്സൽ ആവും. ഓക്കെ, അപ്പൊ 5 മീൻസ് 48 പിക്സൽ. ഓക്കെ, ഈ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ പിക്സൽസ് എടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ P3 എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം എത്ര എടുക്കുന്നുണ്ടാവുക, P1 എത്രയാണ് 4, P2 ആവുമ്പോൾ 8 ആവും, അപ്പൊ P3 ആവുമ്പോൾ 16 ആവും. ഓക്കെ, 16 പിക്സൽ ആവും. ഓക്കെ, അപ്പൊ ഇവിടെ ടോപ്പിലും 16 പിക്സൽ എടുത്തു, റൈറ്റിലും ലെഫ്റ്റിലും ബോട്ടമിലും 16 പിക്സൽ വീതം എടുത്തിട്ടുണ്ടാവും. ഇനി നമുക്ക് പാഡിങ് ടോപ്പ് മാത്രം കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ PT കൊടുക്കാം. കണ്ടോ, ഇനി PB ഉണ്ട്, പാഡിങ് ബോട്ടം, അങ്ങനെയും കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ പാഡിങ് ലെഫ്റ്റ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. പാഡിങ് ലെഫ്റ്റ്. ഓക്കെ, പാഡിങ് ലെഫ്റ്റ് അല്ല മീൻസ് PS ആണ് കേട്ടോ, പാഡിങ് സ്റ്റാർട്ട് ആണ് കൊടുക്കേണ്ടത്. PS കൊടുത്തപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് പാഡിങ്ങും മാർജിനും യൂട്ടിലിറ്റീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഡിസ്പ്ലേ യൂട്ടിലിറ്റീസ്. ഓക്കെ, ഡിസ്പ്ലേ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഈ 2 എലമെന്റ്സിനെ താഴെ ആക്കി കൊടുത്തിട്ടോ. കണ്ടോ, ഓക്കെ, ഇവിടെ ഡു കൊടുത്തു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഡിസ്പ്ലേ ഫ്ലെക്സ് ആക്കി കൊടുക്കാം. ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യണമെങ്കിൽ ഡി ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, D-ഫ്ലെക്സ്. ഇത് ആർക്കാ കൊടുക്കണ്ടേ, സോറി, ഡി ഫ്ലെക്സ് അല്ല, ഡിസ്പ്ലേ ഇൻലൈൻ കൊടുക്കാം. ഓക്കെ, ഡി ഇൻലൈൻ. ഓക്കെ, ഡി ഇൻലൈൻ ആയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡി ഇൻലൈൻ കൊടുക്കാം. ഓക്കെ, ഇൻലൈൻ ബ്ലോക്ക് ആക്കി കൊടുക്കാം. ഇവിടെ അതുപോലെ തന്നെ ഡി ഇൻലൈൻ ബ്ലോക്ക് കൊടുക്കാം. കണ്ടോ, അപ്പൊ എന്ത് ചെയ്തു, ഈ ഡിസ്പ്ലേ ഫ്ലെക്സ്, ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്ക്, ഇങ്ങനെയുള്ള രീതിയിലുള്ള ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു എലമെന്റ് നമുക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ ഡിസ്പ്ലേ നണ്ണ് കൊടുക്കാം. ഡിസ്പ്ലേ നണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ആ എലമെന്റ് ഹൈഡ് ആയി പോകും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഡിസ്പ്ലേ നണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ആ എലമെന്റും ഹൈഡ് ആയി പോകും. ഓക്കെ, മനസ്സിലായോ? ഇവിടെ ഇൻലൈൻ ബ്ലോക്ക് കൊടുത്തു, ഇവിടെ അതുപോലെ തന്നെ ഇൻലൈൻ ബ്ലോക്ക് കൊടുത്തു. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് ഡയറക്റ്റ് ബ്ലോക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ലൈൻ എന്ത് ചെയ്യും, താഴോട്ട് ജമ്പ് ചെയ്യും. മീൻസ് ഇതെന്തായത് ആദ്യത്തെ എലമെന്റ് ബ്ലോക്ക് എലമെന്റ് ആയിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുൾ വിഡ്ത്ത് എടുത്തിട്ടായിരിക്കും ഡിസ്പ്ലേ ആവുക. സോ സെക്കൻഡ് എലമെന്റിനെ ആ സെയിം ലൈനിൽ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഡിസ്പ്ലേ പ്രോപ്പർട്ടീസ് എല്ലാം ഞാൻ ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, ഇനി ജസ്റ്റിഫൈ കോണ്ടന്റ്. ഓക്കെ, അപ്പോൾ അതിന് ഇവിടെ ഞാൻ ക്ലാസ് വിളിച്ചു. അതായത് ഈ 2 എലമെന്റ്സിന്റെ പാരന്റ് എലമെന്റ് ആയിട്ടുള്ള ബോഡിക്ക് ഞാൻ
ജസ്റ്റിഫൈ കോണ്ടന്റ് വിളിക്കണം. ജസ്റ്റിഫൈ കോണ്ടന്റ് വിളിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം ഡിസ്പ്ലേ ഫ്ലെക്സ് യൂസ് ചെയ്യണം. അപ്പം ഫ്ലെക്സ് ബോക്സസിന് മാത്രമേ നമുക്ക് ജസ്റ്റിഫൈ കണ്ടന്റ് വർക്ക് ആവുള്ളൂ. അപ്പോൾ ഡിസ്പ്ലേ ഫ്ലെക്സ് വിളിച്ചു. അപ്പൊ അതിന്റെ ചിൽഡ്രൻസ് ആയിട്ടുള്ള രണ്ട് എലമെന്റ്സും സെയിം ലൈനിലോട്ട് വന്നു. ഇനി അതിനെന്ത് ചെയ്യണം? ജസ്റ്റിഫൈ കണ്ടന്റ് യൂസ് ചെയ്തിട്ട് ജസ്റ്റിഫൈ കോണ്ടന്റ് സെന്റർ വിളിച്ചു. ഓക്കെ, സെന്റർ വിളിച്ചു കഴിഞ്ഞാൽ എന്തായി? ഹൊറിസോണ്ടലി അല്ലെങ്കിൽ വിഡ്ത്ത് വൈസിൽ അത് സെന്ററിൽ വന്നു. ഇനി ജസ്റ്റിഫൈ കണ്ടന്റ് എൻഡ് കൊടുക്കാം. എൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റിൽ വരും. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ എലമെന്റ്സും എന്ത് ചെയ്യും? സ്റ്റാർട്ടിങ്ങിൽ വരും. ഇനി സ്പേസ് ബിറ്റ്വീൻ കൊടുത്തു നോക്കാം. സ്പേസ് ബിറ്റ്വീൻ ഇവിടെ നോക്കി നോക്കാം. ജസ്റ്റിഫൈ കണ്ടന്റ് സ്പേസ് ബിറ്റ്വീൻ ഇല്ല. ജസ്റ്റിഫൈ കണ്ടന്റ് ജസ്റ്റ് ബിറ്റ്വീൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ജസ്റ്റിഫൈ കണ്ടന്റ് ബിറ്റ്വീൻ വിളിക്കാം. ഓക്കെ, ബിറ്റ്വീൻ വിളിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, ഒരു എലമെന്റ് എന്ത് ചെയ്തു? ഒരു എൻഡിലും മറ്റേ എലമെന്റ് മറ്റേ എൻഡിലും വന്നു കിടന്നു. ഓക്കെ, ഇനി അതുപോലെ തന്നെ അറൗണ്ട് വിളിക്കാം. അറൗണ്ട് വിളിച്ചു കഴിഞ്ഞാല് കണ്ടോ? ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈവൻലി വിളിക്കാൻ പറ്റും. ഓക്കെ, ഈവൻലി വിളിക്കാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എല്ലാ ജസ്റ്റിഫൈ കണ്ടന്റ് പ്രോപ്പർട്ടീസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, അലൈൻ ഐറ്റംസ്. ഓക്കെ, അലൈൻ ഐറ്റംസ് സെന്റർ. ഓക്കെ, അലൈൻ ഐറ്റംസ് സെന്റർ. ഇപ്പോ ഈ വയലറ്റ് കളർ എന്തുകൊണ്ടാണ് താഴോട്ട് വരാഞ്ഞത്? അലൈൻ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് വൈസിൽ സെൻട്രലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹൈറ്റ് വൈസിൽ ലേഔട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അലൈൻ ഐറ്റംസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ബോഡിക്ക് നമ്മളൊരു വിഡ്ത്ത് കൊടുക്കാത്ത കാരണം, ഹൈറ്റ് കൊടുക്കാത്ത കാരണമാണ് അത് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഹൈറ്റ് നമുക്ക് ഒരു 100 BH കൊടുക്കാം. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് എലമെന്റ്സ് എന്ത് ചെയ്യും? ഹൈറ്റ് വൈസിൽ അഡ്ജസ്റ്റ് ആയത് കാണാൻ പറ്റും. സെന്ററിൽ വന്നതായിട്ട് കാണാം. ഇവിടെ നമുക്ക് സെന്റർ കൊടുത്തു. ഓക്കെ, ഇത് സെന്ററിന് ആട്ടെ. ഞാൻ ജസ്റ്റിഫൈ കണ്ടന്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റിഫൈ കോണ്ടന്റ് സെന്റർ. ഓക്കെ, വേണ്ടോ? കറക്റ്റ് സെന്ററിൽ വന്നു. ഇനി രണ്ട് അറ്റത്തിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ അല്ലെങ്കിൽ സ്റ്റാർട്ടിലോട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ എൻഡിലോട്ട് കൊണ്ടുവരണമെങ്കിൽ എൻഡ് കൊടുക്കാം. അപ്പൊ ഏറ്റവും ലാസ്റ്റിൽ വരും കേട്ടോ. ഓക്കെ, അപ്പൊ അലൈൻ ഐറ്റംസ് അങ്ങനെ എന്ത് ചെയ്യാം? സ്റ്റാർട്ട് കൊടുക്കാം, എൻഡ് കൊടുക്കാം, സെന്റർ കൊടുക്കാം. ഇത് നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് മാറ്റി കൊടുത്ത് നോക്കാം. ഓക്കെ, ഇനി ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബിറ്റ്വീൻ അല്ലെങ്കിൽ അറൗണ്ട് ഒക്കെ കൊടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചേഞ്ചസ് വരുന്നത് കാണാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ ഇത്തരത്തിൽ നമുക്ക് എലമെന്റ്സിനെ ലേഔട്ടുകൾ അല്ലെങ്കിൽ ഡിസ്പ്ലേ യൂട്ടിലിറ്റീസ് നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് യൂസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ തന്നെ അടുത്തതാണ് എന്ത്? ഗ്യാപ്പ് 5 കൊടുത്തു. ഗ്യാപ്പ് 5 മീൻസ് ഫ്ലെക്സ് ബോക്സസിന് അല്ലെങ്കിൽ ഫ്ലെക്സ് എലമെന്റ്സുകളെ നമുക്ക് അല്ലെങ്കിൽ ഫ്ലെക്സ് ഐറ്റംസിനെ നമുക്ക് അതിന്റെ ഇടയ്ക്ക് നമുക്ക് സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗ്യാപ്പ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇതും എന്താണ്? ഫ്ലെക്സ് ഐറ്റംസ് ആണ്. മീൻസ് അതിന്റെ പാരന്റ് നമ്മൾ ഡിസ്പ്ലേ ഫ്ലെക്സ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് എലമെന്റ്സിന്റെ ഈ ഐറ്റംസിന്റെ ഇടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഒരു സ്പേസ് വേണം. രണ്ടും കൂടി ഒട്ടിച്ചേർന്ന് നിൽക്കണ്ട. സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഗ്യാപ്പ് യൂസ് ചെയ്യാം. ഗ്യാപ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാഡിങ്ങിന്റെയും മാർജിന്റെ ഒക്കെ കേസ് പറഞ്ഞ പോലെ തന്നെ 1 2 3 4 5 വരെയാണ് നമുക്ക് എന്ത് വരാം? ഗ്യാപ്പ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് യൂട്ടിലിറ്റി ക്ലാസ്സസിൽ ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള മാർജിന്, പാഡിങ്, അതുപോലെ ഡിസ്പ്ലേ യൂട്ടിലിറ്റി, ഫ്ലെക്സ്, അതുപോലെ തന്നെ ജസ്റ്റിഫൈ കണ്ടന്റ്, അലൈൻ ഐറ്റംസ്, ദെൻ ഗ്യാപ്പ്. ഓക്കെ, ഇത്രയും ക്ലാസ്സസ് ആണ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ക്ലാസ്സസ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.